അപ്പേ എന്തോ ഇപ്പൊ ഈ ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ലേ ഉം. അമ്മമാര്? ഉം. അതിൽ കൂടുതലും കല്യാണം കഴിക്കാതെ അവിഹിത ഗർഭം ഉള്ളവരല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികളെ വളർത്തുന്നത് മോശമാണോ? പരാശരമുനി ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് സത്യവതി എന്ന് പറയുന്ന രാജകുമാരിയെ കണ്ടു. രാജകുമാരിയോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇണ ചേരണമെന്ന് ഒരാഗ്രഹമുണ്ടെന്ന്. അദ്ദേഹം ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യാനൊന്നും നിന്നില്ല, കാര്യം പറഞ്ഞു. സത്യവതി പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നു, എനിക്കത് പ്രയാസമാണെന്ന് പറഞ്ഞു. പരാശരമുനി പറഞ്ഞു, ഞാനൊരു മഞ്ഞുമറയുണ്ടാക്കാം, നമ്മളെ ഇവരാരും കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരാശരമുനിയിൽ സത്യവതിക്കൊരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞു വളർന്നു. അന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പിന്നീട് ശന്തനു മഹാരാജാവ് സത്യവതിയെ പെണ്ണ് കാണാൻ വന്നു, കല്യാണമൊക്കെ നടത്തി. പക്ഷേ ഇങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന്, ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു എന്ന് ആരും ചോദിച്ചുമില്ല, ആരും പറഞ്ഞുമില്ല. അത് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷേ കുന്തിദേവിയുടെ കല്യാണ സമയത്ത് കുന്തിദേവിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു, കർണൻ. ആ കർണനെ പുഴയിൽ ഒഴുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും സാമൂഹിക ചുറ്റുപാടുകൾ മാറി. പാണ്ഡുവിൽ നിന്ന് തനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് മറച്ചു വെച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ശന്തനു മഹാരാജാവിന് അവകാശങ്ങളില്ലാതെ വന്ന സമയത്ത്, രാജ്യം ആരെ ഏൽപ്പിക്കുമെന്ന് ചിന്തിച്ച സമയത്ത് ഒരു മടിയും കൂടാതെ സത്യവതി പറഞ്ഞു, എനിക്ക് പരാശരമുനിയിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആ കുഞ്ഞിനെ ഭരണം ഏൽപ്പിച്ചു. അത് അന്നത്തെ കാലഘട്ടത്തിൽ മോശമായിരുന്നില്ല. ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക ചുറ്റുപാടുകൾ അനുസരിച്ച് മാനത്തിനും മര്യാദയ്ക്കൊക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പണ്ട് വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ഇന്നത്തെ സമൂഹം വലിയ തെറ്റാണെന്ന് പറയുന്നു. ഒരു പക്ഷേ ഇതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലോ ചതിയിൽപ്പെട്ടോ ഗർഭിണിയാകുന്ന ഒരു പെൺകുട്ടിക്ക് പ്രസവിക്കാനും ആ കുഞ്ഞിനെ അമ്മ തൊട്ടിൽ ഏൽപ്പിക്കാനും അതൊരു അപമാനം എന്ന രീതിയിൽ സമൂഹം അതിനെ ആഘോഷിക്കാതിരിക്കുകയും ചെയ്താൽ ഒത്തിരി കുഞ്ഞുമക്കൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.